ആട് 3 ഒന്നും പറയാനില്ലേ. കിടിലം പടം, കിടിലം പടം. നല്ല രീതിക്ക് ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്തു. അതായത് നമ്മൾ ആട് 1ഉം 2ൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ആട് 3 എടുത്തു വെച്ചിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന സംവിധായകൻ, പുള്ളി ഭയങ്കര റിസ്ക് എടുത്താണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മേക്കിങ് അതും എടുത്തു പറയാനോടെ ഒരു രക്ഷയില്ല. മേക്കിങ്, വേദികയുടെ ആ ഒരു സോങ്, ഒരു നല്ലൊരു തിയേറ്ററിലൊരു രസമുണ്ടേ. മൊത്തത്തില് കണ്ടുകൊണ്ടിരിക്കാം. ഷാജി പാപ്പനും പിള്ളേര്, ഡൂഡ്, സർബത്ത് ഷമീർ, അറയ്ക്കൽ അബു. നമ്മൾ വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരൊക്കെ വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ ആട് 1 CD ആണ് ഇത് കണ്ടത്. രണ്ടാമത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ വിശാഖിൽ ഫസ്റ്റ് ഡേ ഉച്ചയ്ക്ക് 2:30 ഞാൻ കണ്ടു. ഇപ്പോ ഇന്നലെ ഏരിസ് പ്ലസ് തിയേറ്ററിൽ ഓഡി 6ൽ രാത്രി 11 മണിക്കാണ്. ഇത് ഭാഗ്യമുണ്ട്, എനിക്ക് 2 പാർട്ട് തിയേറ്ററിൽ കാണാൻ പറ്റി. ആട് ഫിലിം സീരീസിൽ തന്നെ ഈ 3ഉം എൻ്റെ ഫേവററ്റ് തന്നെയാണ്. ഇപ്പതാ 3 ഇറങ്ങി, അപ്പൊ അതും കൂടെ ഞാൻ ചേർക്കുകയാണ്. എന്ത് പറയാനാണ്, കിട്ടിലും പടം. വേറെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. 1-2 മിക്സഡ് റിവ്യൂസ് ഒക്കെ കേൾക്കണുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. അവരെ അഭിപ്രായം പറയണം, എന്നാലും എനിക്ക് പറയണം. എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ലേ. ഒരു രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു വലിയൊരു വേറൊരു ലെവലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വിജയ് ബാബുവാണ് പ്രൊഡ്യൂസർ, അറിയാമല്ലോ പുള്ളി. പിന്നെ വേണു കുന്നപ്പള്ളി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരും ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾക്കാർ തന്നെയാണ്. ഇവര് നല്ല രീതിയിൽ റിസ്ക് എടുത്താണ് ഈ ഒരു പടം ഇറക്കണത്. അത് പുള്ളിയുടെ വിജയ് ബാബു ആ വ്യക്തിയുടെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഭയങ്കര റിസ്ക് എടുത്താണ് ഈ ഒരു പടം ചെയ്തിരിക്കണം. അപ്പൊ ആ റിസൾട്ട് കിട്ടി. പടം വിജയിച്ച്, ഒന്നും പറയല്ലെന്ന. പടം തൂക്കി. ഓക്കെ, നിങ്ങൾക്ക് ലാഭം കിട്ടും. ഇനി ആ പെരുന്നാൾ വരെയല്ലേ, അടിച്ച് കയറിക്കോളും ഫാമിലികള്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഒരാളുടെ അഭിപ്രായവും കേൾക്കരുത്. നിങ്ങൾ പോയി സിനിമ കാണുക. നല്ല വെറൈറ്റി ആയിട്ടാണ് എടുത്തിട്ടുള്ള ആട്. ഷാജി പാപ്പനും ആ ഒരു തീമും, എന്താണ് ആ മനുഷ്യന്റെ ആ ഒരു ഷാജി പാപ്പൻ, ആ പുള്ളിയുടെ എൻട്രി, എന്റെ പൊന്നെ. ആട് 1ൽ 2ൽ അതിന് മേളിലൊരു എൻട്രി. അറക്കലാപ്പും ക്യാപ്റ്റൻ ഗ്ലിറ്റേഴ്സ്. ഡൂഡ് സെക്കൻഡ് ഹാഫ് കത്തിച്ച്. സെക്കൻഡ് ഹാഫിൽ ഡൂഡ് കത്തിച്ച് കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് പടം എല്ലാവരെയും ഇൻട്രൊഡക്ഷനാണ് എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടറിനെ ഇങ്ങനെ റിവീൽ ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഇന്റർവെൽ അവരെത്തിച്ച് സെക്കൻഡ് ഹാഫിലാണ് കയറി അങ്ങ് പോകണം. പിന്നെ അവസാനമാകുമ്പോഴേ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. അതൊരു വിഷമം തോന്നി. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് കണ്ട അവസരം ടക്കനെ നിർത്തി അടുത്ത പാർട്ട് 2 എന്നും പറഞ്ഞൊരു ഇത് കാണിച്ച്. പിന്നെ മറ്റേ ആട് 1ലെ പാട്ടൊക്കെ മറ്റേ ഒരു മിക്സഡ് വെർഷനിൽ ഇങ്ങനെ കേട്ട് എന്തോ എനിക്ക് അത് പെട്ടെന്ന് തീർന്നു പോയെന്നുള്ളൊരു വിഷമം ഒരു വിഷമമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റാണ്. അങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റാണ്, എൻഡ് പോർഷൻ പക്കയാണ്. പക്ഷെ പെട്ടെന്ന് തീർന്ന ഒരു വിഷമം തോന്നും. ഫാമിലി ഓഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ ആ ഒരു പടം എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എനിക്ക് അങ്ങനെ വലിയ ചളിയായിട്ടൊന്നും തോന്നിയില്ല. അറിയാമല്ലോ ആട് നമ്മുടെ ഫിലിം സീരീസ്, ആട് എന്ന് പറയുന്ന സിനിമ സീരീസിലെ കോമഡികൾ അറിയാമല്ലോ, ഇവിടെയും വർക്കായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല പടം. ആശാൻ, നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും ഡൂഡും സർബത്ത് സമീറും സാത്താൻ സേവിയറും എല്ലാവരും പിന്നെ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആ പെൺകുട്ടിയെ എടുത്ത് പറയണം, മറ്റേ ഒരു രക്ഷയില്ല, വില്ലത്തി. ആ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് നൈസായിരുന്നു. എല്ലാവരും കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ പടം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.